ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ഇതിനകത്ത് GSTയും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ജേണൽ എൻട്രി വരുന്നതെന്ന് നോക്കാം. പർച്ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ്സിനെയാണ്. ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന എന്തിനേയും നമുക്ക് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ക്യാഷ് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്. ഇവിടെ രണ്ട് അക്കൗണ്ടുകളാണ് വരുന്നത്. ഒന്ന് പർച്ചേസ് അക്കൗണ്ടും രണ്ട് ക്യാഷ് അക്കൗണ്ടും. പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ആലീസ് ബിസിനസ്സിന്റെ ബേസിക് ഇമ്പോർട്ടൻറ്റ് ടേംസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആലീസ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പർച്ചേസ് ഒരു അസറ്റാണ്. അസറ്റ് കൂടി നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അടുത്ത അക്കൗണ്ട് ക്യാഷ് ആണ്. ക്യാഷ് കൊടുത്താണ് നമ്മൾ ഗുഡ്സ് വാങ്ങിയത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി ഡെബിറ്റ് പർച്ചേസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട്. ഇനി നമുക്ക് ഈ ക്യാഷ് പർച്ചേസിനകത്ത് GSTയും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാകുമെന്ന് നോക്കാം. അപ്പോൾ സെയിം എൻട്രി ആണ്, പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. ഇതിനകത്ത് GSTയും കൂടെ വരുന്നു. അങ്ങനെയാണെങ്കിൽ പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് GST വരുമ്പോൾ GST ഡെബിറ്റ് ചെയ്യുമോ ക്രെഡിറ്റ് ചെയ്യുമോ? GSTനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. കാരണം GST നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അല്ലേ, നമ്മുടെ സപ്ലയർക്ക് ക്യാഷ് ആയിട്ട് നമ്മുടെ ഗുഡ്സിന്റെ കൂടെ തന്നെ ടാക്സ് GSTയും കൂടെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ കൊടുക്കുന്ന എമൗണ്ട്, ടാക്സ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ഗവൺമെന്റ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തരും. എപ്പോൾ നമ്മൾ GST ഫയൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട സാധനമാണ്. അപ്പോൾ GSTയെ നമ്മളൊരു അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുന്നു, GSTനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ക്യാഷിനെ എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പർച്ചേസ്. ക്യാഷ് പർച്ചേസിൽ GST വരുമ്പോൾ ഉള്ള ജേണൽ എൻട്രി. അടുത്തത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അത് അടുത്ത വീഡിയോയിലുണ്ട്, അത് കാണാൻ മറക്കരുത്.